നമ്മുടെ സഭയുടെ കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭ കടന്നു പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളുടെ ഒക്കെ നടുവിൽ സഭയിൽ സ്വസ്ഥതയുണ്ടാകാൻ, സമാധാനം ഉണ്ടാക്കാൻ, കർത്താവിനെ വിളിച്ചുണർത്താൻ നമുക്ക് കഴിയട്ടെ. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സർക്കുലർ ജൂൺ 16 ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചു. നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം നടത്താനും അനുമതിയില്ല. സഭാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് തീരുമാനം. സീറോ മലബാർ സഭയിലെ എല്ലാ വൈദികർക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്ന് സർക്കുലറിൽ പറയുന്നു. ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തും. മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരും സഭയിൽ നിന്നും ബഹിഷ്കൃതരുമായ വൈദികർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ല എന്ന കാര്യവും സർക്കുലറിൽ പറയുന്നു. 2 തവണ എഴുത്തുകൾ വഴിയും 1 തവണ വീഡിയോ സന്ദേശം വഴിയും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിശുദ്ധ പിതാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത രേഖാമൂലം അറിയിക്കുന്നതുവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് വൈദിക പട്ടമോ നൽകുന്നതല്ല എന്നും സർക്കുലറിൽ പറയുന്നു. അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് മെത്രാന്മാരുടെ കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ വൈദികർ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അൽമായ സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അഭ്യർത്ഥിച്ചു.